ഹായ്, നല്ല അടിപൊളി അമേരിക്കൻ കുക്കീസ്. ഇനി ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ എടുക്കണം കേട്ടോ. അപ്പോൾ 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം പുറത്ത് വെച്ചിട്ടുള്ള ബട്ടറാണിത് കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കീസിൽ നമ്മൾ വൈറ്റ് ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത്, ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ എടുക്കുക, എന്നിട്ട് 1.5 കപ്പ് കറക്റ്റായിട്ട് പൊടിച്ചിട്ട് അളന്ന് വെക്കുക കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടറും ഷുഗറും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണെങ്കിൽ ഈ ഒരു പൊടിച്ച പഞ്ചസാരയിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ ബട്ടറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പം മൊത്തം 24 കുക്കീസിൻ്റെ അളവിലാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഈ ഒരു മുട്ടയും പഞ്ചസാരയും ബട്ടറും ഒക്കെ നല്ല പോലെ മിക്സ് ആകുന്ന രീതിയിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ മുട്ടയും ബട്ടറും പഞ്ചസാര പൊടിച്ചതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2.5 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുക്കീസിൽ നമ്മൾ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 1 കപ്പ് വൈറ്റ് ചോക്കോ ചിപ്സാണ്. അതേ അളവിൽ തന്നെ 1 കപ്പ് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നല്ലൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 15 മിനിറ്റ് ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഓവൻ്റെ ട്രേയിൽ ഞാനിപ്പോൾ ഇതാ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വലുപ്പം വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കാം കേട്ടോ. ഈ ഒരു അമേരിക്കൻ കുക്കീസിന് അത്യാവശ്യം വലുപ്പം ഉണ്ടാകും, അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തം 24 കുക്കീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഉണ്ടാക്കിയ പാടെ തന്നെ റിമൂവ് ചെയ്യാൻ പാടില്ല. ഇത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ട് മാത്രം നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ട് ഉണ്ടാവാൻ, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുക്കീസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.